ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. നമസ്കാരം നേരുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇന്ന് ഡിസംബർ 23 ചൊവ്വാഴ്ച ചന്ദ്രിക ദിനപത്രത്തിൽ നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ഒരു ലേഖനമാണ്. പ്രിയങ്കരനായ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള സാഹിബ് എഴുതിയിട്ടുള്ള ലേഖനം. ജനദ്രോഹ നയങ്ങളുടെ സങ്കേതമാകുന്ന പാർലമെൻറ്റ് എന്ന തലക്കെട്ടിലാണ് പ്രിയങ്കരനായ റഹ്മത്തുള്ള സാഹിബ് ഇന്നത്തെ ചന്ദ്രികയിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ റിപ്പോർട്ടൊന്ന് കേട്ട് നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ആദ്യമേ ഉണർത്തുകയാണ്. നമുക്ക് റിപ്പോർട്ടിലേക്ക് കടക്കാം. ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും രാജ്യത്തിൻ്റെ ലക്ഷ്യമായി അംഗീകരിച്ച ഭരണഘടനയാണ് നമുക്കുള്ളത്. ഇന്ത്യയുടെ സംസ്കാരവും ചരിത്രവും വിശ്വപ്രശസ്തവും അഭിമാനപൂരിതവുമാണ്. ലോകത്തിലെ അതിസമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഉടനെ കടന്നെത്തുമെന്ന് അവകാശപ്പെടുന്ന ഭരണാധികാരികളാണ് നമുക്കുള്ളത്. യാഥാർത്ഥ്യങ്ങളുമായി ഈ അവകാശവാദങ്ങൾക്ക് പുലബന്ധം പോലുമില്ല. ഇന്ത്യ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങളിലൂടെയും മതേതര മൂല്യ നിരാസത്തിലൂടെയും എന്തിനും ഏതിനും മനുസ്മൃതി വേദമാക്കി സോഷ്യലിസ്റ്റ് ആശയങ്ങളെ നിരാകരിക്കുകയും ചെയ്യുന്നവരാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 2/3 ഭൂരിപക്ഷമുണ്ടെങ്കിൽ ഭരണഘടന മാറ്റി ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാമെന്നാണ് സംഘപരിവാർ ആഗ്രഹിച്ചത്. അവരുടെ നിർഭാഗ്യത്തിന്, രാജ്യത്തിൻ്റെ മഹാഭാഗ്യത്തിനും BJPക്കും സഖ്യകക്ഷികൾക്കും വേണ്ടത്ര ഭൂരിപക്ഷം കിട്ടാതെ പോയി. സ്വന്തമായി ഭൂരിപക്ഷമില്ലെങ്കിലും ജനദ്രോഹ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ BJP ഭരണം ഒട്ടും മടി കാണിക്കുന്നുമില്ല. അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെയും കോർപ്പറേറ്റുകളുടെയും വാണിജ്യ താൽപ്പര്യങ്ങളാണ് ഇവരെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും. മോദി ഭരണത്തിൽ ചേരുന്ന ഓരോ പാർലമെൻറ്റ് സമ്മേളനങ്ങളും ജനദ്രോഹ നയങ്ങളും കോർപ്പറേറ്റ് അനുകൂല തീരുമാനങ്ങളും അപ്പൻ ചുട്ടെടുക്കുന്ന ലാഘവത്തിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വലിയ ഭയപ്പാടോടെയും ആശങ്കയിലുമാണ് പാർലമെൻറ്റ് ചേരുന്നതിനെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ നടപടികളും വ്യത്യസ്തമായിരുന്നില്ല. ജനവിരുദ്ധമായ ഒട്ടേറെ നിയമനിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ടാണ് പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം പിരിഞ്ഞത്. നവംബർ 21 കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന തൊഴിലാളി വിരുദ്ധവും കോർപ്പറേറ്റ് പക്ഷപാതപരവുമായ തൊഴിൽ കോഡുകളെക്കുറിച്ച് ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ടാണ് പാർലമെൻറ്റിൻ്റെ ആദ്യ ദിനങ്ങൾ ബഹളമായത്. ഈ 4 കോഡുകളും തൊഴിലാളികൾ ഇന്നേ വരെ നേടിയെടുത്ത എല്ലാ അവകാശങ്ങളെയും തീർത്തും നിരാകരിക്കുന്നതും ഭരണഘടനാ മൂല്യങ്ങൾക്കും ഫെഡറൽ തത്വങ്ങൾക്കും അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ പ്രമേയങ്ങൾക്കും എതിരാണ്. പാർലമെൻറ്റിൽ ചർച്ച നടത്താതെയും തൊഴിലാളി സംഘടനകളെ കേൾക്കാതെയും കഴിഞ്ഞ 5-6 വർഷമായി മുൻനിര തൊഴിലാളി സംഘടനകളുടെ എതിർപ്പിനെയും പ്രക്ഷോഭങ്ങളെയും മാനിക്കാതെയുമാണ് ഈ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. എന്നാൽ പുതിയ തൊഴിൽ കോഡുകൾ നടപ്പിലാക്കുന്നതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ പാർലമെൻറ്റിൽ ഉയർത്തിയ യോജിച്ച രാഷ്ട്രീയ പ്രതിരോധം ഇന്ത്യൻ തൊഴിലാളി വർഗ മുന്നേറ്റങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. ആണവോർജ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതുന്ന ശാന്തി, സസ്റ്റൈനബിൾ ഹാർനസിംഗ് ആൻഡ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ ശാന്തി 2025 എന്ന പേരിലുള്ള ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് ശബ്ദ വോട്ടെടുപ്പോടെ പാസാക്കി എടുത്തത് രാജ്യത്തിൻ്റെ ഉത്തമ താൽപ്പര്യങ്ങൾക്കെതിരാണ്.
ആണവോർജ്ജ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം വേണമെന്ന ആവശ്യം ഈയിടെയാണ് സ്വകാര്യ സംരംഭകർ ഉന്നയിച്ചത്. എത്ര പെട്ടെന്നാണ് കേന്ദ്ര സർക്കാർ ഈ തീരുമാനത്തിലേക്ക് കടന്നു വന്നത്. അവ്യക്തതകൾ നിറഞ്ഞ ബില്ലിലെ നിശബ്ദതകളും ദുരൂഹവുമാണെന്ന് പറയപ്പെടുന്നു. 2010 ആണവ ബാധ്യത വ്യവസ്ഥയെയും നഷ്ടപരിഹാര ഉത്തരവാദിത്തവും ഈ ബില്ല് പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ ആണവ സ്വാതന്ത്ര്യത്തെയും ശുദ്ധ ആണവ ലക്ഷ്യത്തെയും ഈ ബില്ല് അട്ടിമറിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഭോപ്പാൽ ആണവ ദുരന്തത്തിന് നഷ്ടപരിഹാരമായി നൽകിയത് $470 മില്യൺ ആയിരുന്നു. ഈ ബില്ലിൽ നഷ്ടപരിഹാര ബാധ്യത പരിധി $410 മില്യൺ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ബഹുരാഷ്ട്ര കമ്പനികൾക്ക് ചുവന്ന പരവതാനി വിധിക്കാനുള്ള ഈ നടപടി നമ്മുടെ രാജ്യസുരക്ഷയെ പോലും സാരമായി ബാധിക്കുന്നതാണ്. കോൺഗ്രസും മുസ്ലിം ലീഗ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികളും ശക്തമായ എതിർപ്പാണ് ബില്ലിൽ രേഖപ്പെടുത്തിയത്. ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപ FDI പരിധി 74% നിന്നും 100% ഇൻഷുറൻസ് നിയമ ഭേദഗതിയും പാർലമെൻറ്റ് പാസാക്കി. എല്ലാ ഇന്ത്യക്കാർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഇതോടെ ഉറപ്പാകും എന്നാണ് കേന്ദ്ര ധനകാര്യമന്ത്രി പറയുന്നത്. സ്വകാര്യവൽക്കരണം നടന്നുകഴിഞ്ഞ പല മേഖലകളിലും എന്ന പോലെ മറ്റൊരു പകൽ കൊള്ളക്കാണ് രാജ്യം നിന്നുകൊടുക്കുന്നത്. വമ്പൻ ബിസിനസ്സുകാർക്ക് മാത്രമായിരിക്കും ഇവരുടെ പരിരക്ഷ ലഭിക്കുക. സാധാരണക്കാരുടെ ഇൻഷുറൻസ് പരിരക്ഷ കടങ്കഥയായി മാറും. ഈ പോക്ക് LIC തുടങ്ങിയ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളുടെ നിലനിൽപ്പിനെ സാരമായി ബാധിക്കുകയും ചെയ്യും. ഗ്രാമീണ ജീവിതത്തിൻ്റെ വലിയ പ്രതീക്ഷയായിരുന്ന ദേശീയ തൊഴിലുറപ്പ് നിയമം ഭേദഗതി ചെയ്ത് കോടിക്കണക്കിന് പാവപ്പെട്ട കുടുംബങ്ങളുടെ കഞ്ഞിയിലാണ് BJP സർക്കാർ പൂഴി വാരിയിട്ടത്. മഹാത്മാഗാന്ധി എന്ന പേരിനോടും ഈ പദ്ധതി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നറിയപ്പെടുന്നതിനോടുമുള്ള സംഘപരിവാറിൻ്റെ അരിശം പേരുമാറ്റത്തിലൂടെ അവർ പ്രകടമാക്കി. പദ്ധതി നടത്തിപ്പിൽ കേന്ദ്ര വിഹിതം 60%വും സംസ്ഥാന വിഹിതം 40%വുമാക്കിയതോടെ ഈ പദ്ധതിയുടെ ചരമഗീതവും മുഴങ്ങി. കാർഷിക സീസണിൽ 60 ദിവസം പദ്ധതി പ്രകാരം ജോലിയില്ല എന്ന നിർദ്ദേശം 125 ദിവസം തൊഴിൽ എന്ന പുതിയ വ്യവസ്ഥയെ സ്വയം തള്ളിപ്പറയുകയാണ്. 2005 മൻമോഹൻ സിംഗ് സർക്കാർ കൊണ്ടുവന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ലോക പ്രശസ്തി നേടിയിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ കർശന നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും നടക്കേണ്ട ഈ പദ്ധതിയിലെ തൊഴിലുറപ്പ് എന്നതിനു പകരം നീട്ടുവലിച്ചും കടിച്ചാൽ പൊട്ടാത്തതുമായ VBG റാം ജി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ എന്ന നാമകരണത്തിന് പകരം തൊഴിലുറപ്പില്ല പദ്ധതി എന്നാക്കി മാറ്റുന്നതായിരുന്നു ഉചിതം. പൗരത്വ ഭേദഗതി നിയമം, SIR, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ നിയന്ത്രണമില്ലാത്ത സ്വകാര്യവൽക്കരണം തുടങ്ങിയ പോലെ BJP സർക്കാരിൻ്റെ ദേശദ്രോഹപരവും ജനവിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമായ നയങ്ങൾക്കെതിരെ പാർലമെൻറ്റിനകത്തും പുറത്തും വളർന്നുവരുന്ന പ്രതിപക്ഷ ഐക്യം കോർപ്പറേറ്റ് വർഗീയ ഫാസിസ്റ്റ് കൂട്ടുകെട്ടിനെതിരായ ജനകീയ ബദലായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്വന്തമായി ഭൂരിപക്ഷമില്ലെങ്കിലും ജനദ്രോഹ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ BJP ഭരണം ഒട്ടും മടി കാണിക്കുന്നുമില്ല. അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെയും കോർപ്പറേറ്റുകളുടെയും വാണിജ്യ താൽപ്പര്യങ്ങളാണ് ഇവരെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും. മോദി ഭരണത്തിൽ ചേരുന്ന ഓരോ പാർലമെൻറ്റ് സമ്മേളനങ്ങളും ജനദ്രോഹ നയങ്ങളും കോർപ്പറേറ്റ് അനുകൂല തീരുമാനങ്ങളും അപ്പം ചുട്ടെടുക്കുന്ന ലാഘവത്തിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്.
വളരെ കൃത്യമായി തന്നെ പ്രിയങ്കരനായ പ്രിയ നായകൻ STUവിൻ്റെ പ്രിയങ്കരനായ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ളാഹി സാഹിബിൻ്റെ അദ്ദേഹത്തിൻ്റെ ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിച്ചത്. വളരെ കൃത്യമായി തന്നെ ഈ ഒരു തലക്കെട്ടിൽ ജനദ്രോഹ നയങ്ങളുടെ സങ്കേതമാകുന്ന പാർലമെൻറ്റ് എന്ന തലക്കെട്ടിൽ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ളാഹി സാഹിബ് ഇന്ന് എഴുതിയിട്ടുള്ള ലേഖനം ഏറ്റവും സുപ്രധാനമാണ്. തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് കൃത്യമായി തന്നെ ബഹുമാന്യനായ റഹ്മത്തുള്ളാഹി സാഹിബ് ഇന്നത്തെ റിപ്പോർട്ടിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളും തൊഴിലാളി വിരുദ്ധ നയങ്ങളും കോർപ്പറേറ്റ് വൽക്കരണമൊക്കെ അദ്ദേഹം ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും കൃത്യമായും തന്നെ ഈ ഒരു ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കണക്കാക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് നിങ്ങൾ കാണുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിക്കാൻ കൂടി ശ്രമിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, മാസ്സലാം.